അപ്പോൾ ദേ നമ്മൾ ഇന്നലെ കൊച്ചിൻ ഫ്ലവർ ഷോ കാണാൻ പോയി കേട്ടോ. എറണാകുളത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും വേറെ ആരുത്തും പരിപാടികളൊന്നും ഉണ്ടായില്ല. അപ്പം എറണാകുളം പട്ടണം 24-ാം തീയതിയിലത്തെ ക്ഷീണം തീർക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ഉറങ്ങിപ്പോയ പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് കയറി. ഫ്ലവർ ഷോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ആ പഴയ കാലത്തെ ഹൈപ്പൊന്നും ഇപ്പോഴില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 3-4 വർഷമായി പോയിട്ട് 2 തവണ പോയപ്പോഴും നല്ല അറേഞ്ച്മെൻറ്റ്സും ഇഷ്ടംപോലെ ഫ്ലവേഴ്സും ഒക്കെ ആയിരുന്നു. നമ്മൾ 120 രൂപയാണ് ചാർജ് അഡൽസിന്, കുട്ടികൾക്ക് 50 രൂപയാണ്. 120 രൂപ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി. 100 രൂപ മേടിക്കേണ്ട കാര്യമുള്ളൂ. നേരത്തെയൊക്കെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഹൈപ്പൊന്നും ഇല്ല. അത്രയ്ക്കൊരു കാണാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ തോന്നലാണോ എന്നറിയില്ല. എന്തായാലും ആൾക്കാർ കുറച്ചേ ഉള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് കാണാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചുണ്ട്. ഫോട്ടോസ് എടുക്കാനായിട്ടും ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അത് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ആണോ എന്നറിയില്ല. അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിനോടായിരിക്കും ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ പ്രിയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൂക്കളുള്ള ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് കണ്ടത്. ശരിക്കും ചെടികളുടെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. നമ്മൾ ഈ ചെടി സംരക്ഷകരാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെടികളുടെ പേരുകളൊക്കെ ഓർമ്മ നിൽക്കുള്ളൂ. എനിക്കിപ്പം ചെടികളുടെ പേരൊന്നും അറിയില്ല. പണ്ട് ഓർക്കിഡ് ചെടികൾ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഓർക്കിഡിൻ്റെ എല്ലാ ചെടികളുടെയും പേര് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇപ്പം മറന്നുപോയി. കാരണം നമ്മളതിനെ അധികം കെയർ ചെയ്യുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് ആ ഒരു സൈക്കിളിൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു, അതിൽ നമുക്ക് കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് സജ്ജീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം വന്നേനെ. പിന്നെ ഇതാ അവിടെ ഒരു പച്ചമുളക് കൊണ്ട് ഒരു പൂവൻ കോഴിയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലനോപ്സിസ്, ഡെൻഡ്രോബിയംസ് കുറേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന കളക്ഷൻസ് ഒന്നും നമുക്ക് വിൽക്കാനായിട്ട് വാങ്ങാൻ വെച്ചിരിക്കുന്നിടത്തില്ല കേട്ടോ. അവിടെ വളരെ കുറച്ച് ഓർക്കിഡ് കളക്ഷൻസേ ഉള്ളൂ, വെറൈറ്റീസേ ഉള്ളൂ. ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ഡെൻഡ്രോബിയംസിൽ വാൻഡ വിൽക്കാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെൻഡ്രോബിയം ചെടികളും ഉണ്ടായിരുന്നു. വാൻഡയുടെ വില കണ്ട് ഞാൻ ഞെട്ടി ഗൈസ്. 1200 രൂപയാണ്. ഞാനത് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചപ്പോൾ 800 രൂപയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ 1200 എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അത്രയും വില കൊടുത്തൊക്കെ വാൻഡാസ് ആരെങ്കിലും വാങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാൻ പ്രയാസമാണ്, ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് പ്രയാസമാണ്. നമ്മൾ ഒത്തിരി കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാൻഡയിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫ്ലവർ ഉണ്ടായാലുണ്ടല്ലോ അത് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അവിടെ കപ്പ ബിരിയാണിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കഴിച്ചില്ല. ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് പതിയെ ഞങ്ങളിങ്ങ് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.